ഇടാൻ പോകുന്ന നാളെ ഭയങ്കര കാറ്റാണ് കേട്ടോ. 22 കൈ സമയം ഇപ്പോൾ 12:34. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ചെക്കൻ ഉണ്ടാക്കുന്നത്. ഇന്ന് ക്ലാസ് ഇല്ല, അതുകൊണ്ട് തന്നെ എണീക്കാൻ ലേറ്റായി. ഇങ്ങനെ നമ്മൾ ഈ സംഭവം എന്താ വെച്ചാൽ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ടൊരു സംഭവം. മുട്ട എടുത്ത് ബ്രെഡിൽ ഇങ്ങനെ മുക്കുക, എന്നിട്ട് വാട്ടിയെടുക്കുക. കൊണ്ടിരിക്കുന്നു. നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തേടാ മോൻ. എൻ്റെ പേര് അജിൽ. ചിക്കൻ അജിൽ സുഭാഷ്, പത്തനംതിട്ടക്കാരനാണ്. ഫ്രം പത്തനംതിട്ട. അതെ, ചിക്കനാണ് അടുത്ത മെയിൻ ഷെഫ്. പിന്നെ ഷെഫ് പിള്ളൈ. ബാംഗ്ലൂരിലെ ഷെഫ് പിള്ളൈ. ഇത് നമ്മുടെ അടുക്കള ഫുൾ അലങ്കോലായിട്ടുണ്ടാവും, കാര്യമാക്കണ്ട. ചെറിയൊരു അടുക്കളയാണ് ഇത്. പ്രണവ് പാലക്കാടുകാരൻ. നമ്മൾ 3 ആള് ആണ് കേട്ടോ സ്റ്റേ ആക്കുന്നത്. നേരത്തെ ആ ബ്രെഡ് തിന്നിട്ട് കിടന്നിട്ട് എണീച്ചത് ഇപ്പോൾ ആണ് കേട്ടോ. സമയം 6 മണി. 6 മണിയല്ല, ഒരു 5 മണിയാകുമ്പോൾ എണീച്ചു. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം വൃത്തിയും വെടിപ്പലും ഉള്ള ഏരിയ ആണ്. നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങനെ ഇതാ ചെറിയ റോഡാണ്. മുമ്പിലൊരു സൈഡിലെല്ലാം പീജിയുണ്ട്. പീജിയാണ്. ഇവിടെ നടുക്കൊരു മൊരോനെ പോലത്തെ പട്ടി നിർത്തി വെച്ചിട്ട് ഇതിപ്പുറം താറ് നിർത്തി. നമ്മളെ നാട്ടില് പണ്ട് കാലത്തെല്ലാം കണ്ടിട്ടില്ല വണ്ടിയില്ലേ, നമ്മളെ നാട്ടില് കണ്ടിട്ടുണ്ടോ അറിയില്ല. ഇങ്ങനെ ഈ പഞ്ചാബിലെല്ലാം ഇല്ല സ്റ്റൈലില്. ഇത് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. ഗൈസ്. ഇത് നമ്മുടെ കോളേജ്. ഞാനൊക്കെ ഇത്രയില്ല നമ്മുടെ കോളേജിൽ. വന്നിട്ട് ചായ കുടിക്കാം അല്ലേ? ചായ കുടിക്കാം. ഇതൊരു ഗ്രാമം പോലത്തെ സംഭവം. എന്തോ കൃഷിയാ. എന്ത് കൃഷിയാണ് ഇത്? എന്തോ കൃഷിയാ. നമ്മൾ പോകുന്നത് ഒരു നമുക്ക് പോകുന്നത് ഒരു വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. നമ്മളെ കോളേജിൽ നിന്ന് അടുത്തായിട്ടൊരു വ്യൂ പോയിന്റിലേക്ക്. ഇതാണ് പെട്ടാ കാണുന്ന മലയാണ് നമ്മൾ പോകാൻ പോകുന്ന മല. പുഷ്പം പോലെയാണ് കയറുന്നത്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. ഞാൻ ഫുള്ള് കാണിച്ചു. ഇതൊരു ടോപ്പ് വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഗൈസ്. പിന്നെ മീറ്റിലേക്ക് പോകാനുണ്ടായി. കാറ്റുള്ളതുകൊണ്ട് പൊളിയാട്ടോ. വെതർ ഭയങ്കര കാറ്റാണ് കേട്ടോ ഗൈസ്. 22 ഉള്ളിന്ന് വറക്കുന്നു. പോലെ കുറച്ച് കഴിയുമ്പോ ഇനിങ്ങാട്ടി കുറയും. നല്ല വെതറും. അയ്യോ കണ്ട ഒരു പാറയാണ്, ഫുള്ള് പാറയാണ്. നമ്മളവിടെ ആയിട്ടാണെങ്കിൽ പൊട്ടിച്ച് കോറയാക്കിട്ട് വെച്ചിട്ടുണ്ടായി. ബട്ട് ഇവിടെ ഇതിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടിരിക്കുന്നു. ഇന്ന് വലിയ ആളില്ല. ശനിയാഴ്ച ആയതുകൊണ്ട്. അല്ല, ശനിയാഴ്ച അല്ല, തിങ്കളാഴ്ച ആയതുകൊണ്ട്. ഇങ്ങനെ കയറണം ഗൈസ്. ഒരു അമ്പലം പോലത്തെ സെറ്റപ്പ് എല്ലാം ഉണ്ടാടാ. പാറയെല്ലാം കാണാൻ നല്ല വൈബുണ്ട് ഗൈസ്. ഏകദേശം ടോപ്പിലെത്തി. അയ്യോ കതച്ച് പണ്ടാരായി. അയ്യോ അത്യാവശ്യം കുറച്ച് കയറാൻ, എന്നാലും പെട്ടെന്ന് കഥക്കുന്നത്. കുറെ നാളായില്ലേ കളിക്കാതെ ഫുട്ബോള്. അതുകൊണ്ടാണ്
എത്തി ഗൈസ്, നമ്മങ്ങനെ ടോപ്പിലെത്തി. അയ്യോ ശ്വാസം കിട്ടുന്നില്ല. ഒന്നാമത് തണുപ്പായതുകൊണ്ട് നമുക്ക് സ്റ്റാമിന ബാധിക്കും. പിള്ളേർ പോകുന്നുണ്ടതാ. നല്ല വ്യൂ ആണ്, നടത്തിയിട്ട് കാണിക്ക വ്യൂ. ഇല്ലെങ്കിൽ ബാംഗ്ലൂർ അങ്ങനെ ആർക്കും അറിയപ്പെടാത്ത ഒരു സ്പോട്ടാണ്, ഹിഡൻ സ്പോട്ട് എന്ന് പറയാം. പക്ഷേ ഇവിടെ വന്ന് ഈ വൈകുന്നേരം ടൈമിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈബ്. ടിക്കറ്റോ അങ്ങനെ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറാം. നമ്മൾ ബാംഗ്ലൂരിൻ്റെ വെതർ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വെതറാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് മഴയെല്ലാം പെയ്ത് കഴിഞ്ഞ ഒരു വെതറാകുമ്പോൾ ഫൈറ്റ് പറഞ്ഞു പോകുന്നേരം ചെക്കൻ്റെ 2-3 ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആവട്ടെ, പക്ഷെ ഒരു ബ്ലർ ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട്, അതാ മഞ്ഞായോണ്ട് തോന്നുന്നു. ഇടയില്ലേ വൈകുന്നേരം എല്ലാം വന്ന ഒരു ചായ എല്ലാം കുടിച്ച് നിൽക്കാനില്ലേ, സെറ്റ് വൈബായിരിക്കും. അടിപൊളിയാണ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം കണ്ട സെറ്റാണ്. ചെക്കൻ എന്താ വലിയ പാറേനെ ഒന്നിടാൻ പോകുന്ന കഴിച്ച് നാളെ കർണാടകയിലെ ഹർത്താല്. ഇതേണ്ട ഈ പാറ കണ്ട ഒരു ചെറിയൊരു മൊനയില് നിൽക്കുന്നത് കണ്ട, വലിയ പാറ. ഉരുണ്ട് കഴിഞ്ഞാല് സംഭവിക്കില്ല, താഴ്ന്ന് വീടുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട്. ആരോ കാമുകിക്ക് സർപ്രൈസ് കൊടുത്ത സ്ഥലമാണ്. 6S ഇരുട്ടായി, ലൈറ്റെല്ലാം ഓണാക്കി വേറൊരു വൈബ് കിട്ടും. പക്ഷെ ക്യാമറയിൽ കാണാൻ ആ ഒരു വൈബ് കിട്ടുന്നില്ല. പക്ഷെ നേരിട്ട് കാണാൻ വൈബ് ഒരേ രക്ഷയില്ല.